കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും കൂട്ടം കൂട്ടമായി ആളുകൾ UDFിലേക്ക് പലായനം ചെയ്യുന്നു. അതിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനാണ് ഏറ്റവും വലിയ നേട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ജോസഫ് വിഭാഗം ഇത്തവണ രണ്ടും കൽപ്പിച്ചാണ്. മുസ്ലിം ലീഗിന് കൊടുക്കുന്ന അത്ര തന്നെ പ്രാധാന്യം തങ്ങൾക്കും വേണം എന്ന രീതിയിലേക്ക് വാശി പിടിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും UDFിന് വലിയ രീതിയിലുള്ള മേൽക്കൊയ്മ നേടിയെടുക്കാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിയും. അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിയും എന്നത് ഉറപ്പിച്ച് തന്നെയാണ് VD സതീശനും അതുപോലെ തന്നെ UDFിനകത്തുള്ള പ്രമുഖരായ നേതാക്കളും നീങ്ങുന്നത്. നമുക്കറിയാം, UDF എന്നത് കൂട്ടായ സംവിധാനം തന്നെയാണ്. അതിനകത്ത് ഏകാധിപത്യം CPIM നടത്തുന്ന പോലെ ഒരു ഏകാധിപത്യ പ്രവണതയില്ല. UDFിനകത്ത് എല്ലാ രീതിയിലും ചർച്ചകൾ അത് കൃത്യമായും ജനാധിപത്യ രീതിയിൽ തന്നെ നടത്തുകയാണ്. മുസ്ലിം ലീഗ് ആയിക്കോട്ടെ, കേരള കോൺഗ്രസ്, ജോസഫ് ഗ്രൂപ്പ് ആയിക്കോട്ടെ, അനൂപ് ജേക്കബ് വിഭാഗമായിക്കോട്ടെ, അത്തരത്തിൽ എല്ലാവർക്കും തുല്യമായ അവരവരുടേതായ മേഖലകളിൽ പ്രാധാന്യം നൽകുന്നുണ്ട് UDF സംവിധാനം. RSPയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ ഷിബു ബേബി ജോൺ ഉറപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. UDF ഇക്കുറി 80 സീറ്റിൽ കൂടുതൽ കടക്കും എന്ന് തന്നെയാണ് UDF അഭിപ്രായപ്പെടുന്നത്. അതിന് കാരണങ്ങൾ നിരവധിയാണ്. ശക്തമായ ഭരണവിരുദ്ധത എല്ലാ അർത്ഥത്തിലും വരിഞ്ഞു മുറുകിയിരിക്കുന്നു പിണറായി വിജയനെ. ഒരു തവണ കൂടി മുഖ്യമന്ത്രിയാക്കിയതിൻ്റെ ഫലം ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്, നന്നേ അനുഭവിക്കുന്നുണ്ട്. ഇതിൽ നിന്നും ഒരു മോചനം വേണ്ടേ എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിൻ്റെ ഹാങ് ഓവർ ഒരു നിമിഷം പോലും തങ്ങൾക്കില്ല എന്ന് തന്നെയാണ് VD സതീശൻ പറയുന്നത്. ഞങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയായിരിക്കും. ഞങ്ങളുടെ ഇമേജ് മാക്സിമം വർദ്ധിപ്പിക്കാൻ തന്നെ തീവ്രമായ ശ്രമങ്ങൾ നടത്തും. നഷ്ടപ്പെട്ടു പോയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അത് ശക്തമായി മുറുകെ പിടിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ജില്ലകളിലും ഞങ്ങൾ നടത്തും. പ്രവർത്തകർ ധാരാളമില്ലാത്ത മേഖലകളിൽ ഞങ്ങൾ പ്രവർത്തിക്കും. ശക്തമായ ചെറുത്തുനിൽപ്പ് രാഷ്ട്രീയം തന്നെയായിരിക്കും പലയിടത്തും നടത്തുക. എല്ലാ രീതിയിലും വിതച്ചാൽ മാത്രമേ കൊയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട എന്ന് UDFിനകത്ത് തന്നെ ചർച്ച വന്നിരിക്കുകയാണ്. ഒന്നോ രണ്ടോ പാർട്ടികൾ മാത്രം മികച്ച പ്രകടനം എടുത്താൽ പോരാ, എല്ലാവരും കൂട്ടായി അവരവരുടേതായ സംഭാവനകൾ നൽകിയാൽ മാത്രമേ 80-ൽ കൂടുതൽ കടക്കൂ എന്ന് തന്നെയാണ് UDF തീരുമാനം.